വെൽക്കം ബാക്ക്. സോ നമുക്ക് ഇന്നത്തെ പുതിയ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. സോ എല്ലാവരും കാണുക. ദ ലേണിംഗ് ട്രാക്ക് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എല്ലാ പോർഷൻസും കാറ്റഗറി 3യിൽ വരുന്ന എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്യുന്നതാണ്. സോ എല്ലാവരും കാണുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. സോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. നമ്മൾ എന്താണ് പഠിച്ചത്? വാട്ട് ഈസ് സൗണ്ട് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് സൗണ്ട് എന്നാണ്. വാട്ട് ഈസ് സൗണ്ട് അല്ലെ? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ എ വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റ് അല്ലെ? ഒരു ഒബ്ജക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് സൗണ്ട് അവിടെ പ്രൊഡ്യൂസ്ഡ് ആവണമെന്ന് നമ്മൾ പറഞ്ഞു. സോ സൗണ്ട് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. കാരണം അത് എന്താണ്, അതിനൊരു മീഡിയം ആവശ്യമാണ്. അതൊരു മെക്കാനിക്കൽ വേവ് ആണ്, അതിനൊരു മീഡിയം ആവശ്യമാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു സൗണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൈബ്രേഷൻസ് കൊണ്ടിട്ടാണ് അല്ലെ? വൈബ്രേഷൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് വൈബ്രേഷൻ? വൈബ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ ടു ആൻഡ് ഫ്രോ മോഷൻ. ഓക്കെ. സോ അതായത് ഇപ്പോൾ നമ്മൾ ഒരു വേവ് കൺസിഡർ ചെയ്യുക. ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാം, നമുക്കൊരു ഒരു ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് വേവ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഇതിങ്ങനെ രണ്ട് സൈഡിലേക്കും ഇതിങ്ങനെ മൂവ് ചെയ്യാണ് പാർട്ടിക്കിൾ. അപ്പം അങ്ങനെയുള്ളൊരു മോഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇപ്പം ഈ ഒരു പർട്ടിക്കുലർ പിക്ചറിൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷനാണ്. മീൻ പൊസിഷൻ എന്താണ്? അത് വൈബ്രേറ്റ് ചെയ്യാതിരിക്കുന്ന സമയമാണ് അതിന്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ഡിസ്റ്റർബൻസ് കിട്ടി അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? അത് ടു ആൻഡ് ഫ്രോ മോഷനിലേക്ക് പോകുന്നു. അതായത് മീൻ പൊസിഷനിൽ നിന്ന് മുകളിലേക്കും താഴേക്കും. ഓക്കെ. സോ ദാറ്റ് മോഷൻ ഈസ് നോൺ ആസ് വാട്ട്? വൈബ്രേഷൻ. ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി ഈ സൗണ്ട് വേവ്സ് എപ്പോഴും ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് പോകുന്നത് എങ്ങനെയായിരിക്കും? ഇൻ ദ ഫോം ഓഫ് എ വേവ് ആണ് അല്ലേ? അപ്പോൾ ആ വേവിനെയാണ് നമ്മൾ സൗണ്ട് വേവ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി വൈബ്രേഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ എന്തും സ്റ്റോപ്പ് ആവും, സൗണ്ടും സ്റ്റോപ്പ് ആവും. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഒരു സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് നമുക്ക് നോക്കാം. അതായത് ഒരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് നമ്മളൊന്ന് ജസ്റ്റ് പ്ലക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് വൈബ്രേഷൻസ് കാണാൻ പറ്റും അല്ലെ? വി ക്യാൻ സീ ദ വൈബ്രേഷൻസ് ഓഫ് ദ റബ്ബർ ബാൻഡ്. ആ റബ്ബർ ബാൻഡിന്റെ വൈബ്രേഷൻസും കാണാം. ഓൾസോ വി ക്യാൻ ഹിയർ ദ സൗണ്ട് അല്ലെ? നമുക്ക് ആ സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ. സോ അവിടെ വൈബ്രേഷൻ, അവിടെ ആ ഒരു പർട്ടിക്കുലർ റബ്ബർ ബാൻഡ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് വി ക്യാൻ ഹിയർ ദ സൗണ്ട്. ഓക്കെ. അപ്പോൾ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ വൈബ്രേഷൻ ഓഫ് ദ റബ്ബർ ബാൻഡ് ആണ്. ഓക്കെ. അപ്പോൾ വൈബ്രേഷൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് സൗണ്ടും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ. സോ അതുപോലെ ചില കേസിൽ നമുക്ക് ഈ വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ റബ്ബർ ബാൻഡിന്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ വേവ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ വൈബ്രേഷൻസ് വി ക്യാൻ സീ ദ വൈബ്രേഷൻ അല്ലെ? അവിടെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് അവിടെ വൈബ്രേഷൻസ് കാണാൻ പറ്റും. അതുപോലെ ഇപ്പോൾ ഗിറ്റാർ, ഏതെങ്കിലും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗിറ്റാർ, വയലിൻ, വീണ അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പ്ലക്ക് ചെയ്യുമ്പോൾ വി ക്യാൻ സീ ദ വൈബ്രേഷൻ ഓഫ് ദ സ്ട്രിങ് അല്ലെ? നമുക്ക് ആ സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ കാണാം. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഹിയർ ദ സൗണ്ട്. നമുക്ക് ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാനും പറ്റും, വൈബ്രേഷൻസ് കാണാനും പറ്റും. ഓക്കെ. പക്ഷെ ചില കേസസിൽ നമുക്കവിടെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലൗഡ് സ്പീക്കറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലൗഡ് സ്പീക്കറിന്റെ കേസിൽ നമുക്ക് അവിടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് വി കനോട്ട് സീ ദ വൈബ്രേഷൻ അല്ലെ? നമുക്കവിടെ വൈബ്രേഷൻ കാണാൻ കഴിയുന്നില്ല. ബട്ട് വി ക്യാൻ ഹിയർ ദ സൗണ്ട്. ഓക്കെ. അതുപോലെ ഇപ്പോൾ ആ സ്പീക്കറിന്റെ അടുത്ത് പോയി നിൽക്കുവാണെങ്കിൽ വി ഫീൽ ദ വൈബ്രേഷൻ. വി ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. നമുക്ക് ആ വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ. വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ബട്ട് വി കനോട്ട് സീ ദ വൈബ്രേഷൻ. പക്ഷെ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ലൗഡ് സ്പീക്കറിന്റെ കേസിൽ എന്താണ് നമുക്ക് അവിടെ ആ വൈബ്രേഷൻസ് ഫീൽ ചെയ്യാൻ പറ്റുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. ഈ സൗണ്ട് വരുന്നത് കൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ ലൗഡ് സ്പീക്കറിന് സറൗണ്ടിങ്സ് ഏത് മീഡിയമാണുള്ളത്? എയർ എന്ന് പറയുന്ന മീഡിയമാണ് അവിടെ ഉള്ളത്. ഓക്കെ. ലൗഡ് സ്പീക്കറിന് ചുറ്റും എയർ എന്ന് പറയുന്ന മീഡിയമുണ്ട്. സോ ഈ ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് കൊണ്ട് നമ്മുടെ ഈ ഒരു എയർ എന്ന് പറയുന്ന മീഡിയം അവിടെ വൈബ്രേറ്റ് ചെയ്യാണ്.
ഓക്കെ, എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യാണ്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വൈബ്രേഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലൗഡ് സ്പീക്കറിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നത് കാരണം എന്താണ്, അതിന് ചുറ്റുമുള്ള എയർ എന്ന് പറയുന്ന മീഡിയം, അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, പക്ഷേ നമുക്ക് അവിടെ വൈബ്രേഷൻസ് കാണുന്നില്ല, പക്ഷേ വി ക്യാൻ ഫീൽ ദ വൈബ്രേഷൻ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ വൈബ്രേഷൻ കാണാൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ, അവിടെ ഉള്ള ഒരു പർട്ടിക്കുലർ വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് വളരെ കുറവാണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് ലെസ് ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ വൈബ്രേഷൻ കാണാൻ കഴിയാത്തത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് ആംപ്ലിറ്റ്യൂഡ്, അങ്ങനെയുള്ള കുറച്ച് ടേംസ് നമ്മൾ ഇനി ഈ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ടേംസ് നോക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒന്ന് നോക്കാം. അതായത് അവരുടെ ആ ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ അതിൽ നിന്ന് സൗണ്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഗിറ്റാർ ആണ് അല്ലേ. അപ്പോൾ ഗിറ്റാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വൈബ്രേറ്റിംഗ് പാർട്ട്, ആ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു സ്ട്രിങ് ആണ്. ഓക്കെ, so string is the vibrating part, and that string due to the vibration of the stringന്റെ vibration കൊണ്ടാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഓക്കെ, ഇനി തബല നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തബലയിൽ എന്താണ്, മെംബ്രെയിൻ ആണ് അല്ലേ. അതിലൊരു ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എന്ന് നമുക്ക് പറയാം, സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെംബ്രെയിൻ. ആ ഒരു മെംബ്രെയിൻ്റെ വൈബ്രേഷൻ കൊണ്ടാണ് അവിടെ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഇനി ഈ ഒരു കേസ് നോക്കി, ഫ്ലൂട്ടിന്റെ ഒക്കെ കേസിൽ എന്താണെന്ന് അറിയാമോ. ഫ്ലൂട്ടിന്റെ കേസിൽ എങ്ങനെയാണ് ഫ്ലൂട്ടിൽ നിന്ന് സൗണ്ട് ഉണ്ടാവുന്നത്, അതായത് ഫ്ലൂട്ടിന്റെ ഉള്ളിൽ എന്താണ്, ശരിക്കും ഗ്യാപ്പാണ്. അതായത് അവിടെ എന്ത് ഫീൽഡ് ആണ്, അവിടെ എയർ എന്ന് പറയുന്ന മീഡിയം ഉണ്ട്. അപ്പൊ നമുക്കതിനെ എയർ കോളം എന്ന് പറയും. ഓക്കെ, സോ അപ്പോൾ ഫ്ലൂട്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിൽ നിന്ന് സൗണ്ട് ഉണ്ടാവുന്നതിന് കാരണം ഇതിന്റെ ഉള്ളിലുള്ള എയർ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് വയലിൻ, ഗിറ്റാർ, വീണ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിലെല്ലാം എന്താണ്, സ്ട്രിങ് ആണ്. തബല പോലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ആണ്. അതിൽ ഫ്ലൂട്ട് പോലെയുള്ളതിലെല്ലാം എന്താണ്, എയർ കോളമാണ് വൈബ്രേറ്റിംഗ് പാർട്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം കൂടെ നോക്കി ജസ്റ്റ് പോവാം. ഹൗ ക്യാൻ വി സ്പീക്ക്, ഹൗ ക്യാൻ വി സ്പീക്ക്, നമുക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ഒരു ത്രോട്ടിൽ നമുക്ക് വോയിസ് ബോക്സ് എന്ന് പറയുന്ന ഒരു ഓർഗൻ ഉണ്ട്. ഈ വോയിസ് ബോക്സിനെ വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ആസ് ലാരിങ്സ്. ഓക്കെ, ഈ വോയിസ് ബോക്സിന്റെ ഉള്ളിൽ വോക്കൽ കോഡ്സ് ഉണ്ട്, കണ്ടോ, ഇതാണ് വോക്കൽ കോഡ്സ്. ഓക്കെ, അപ്പൊ ഈ വോക്കൽ കോഡ്സിന്റെ ഇടയിൽ ഒരു നാരോ സ്ലിറ്റ് ഉണ്ട്, കണ്ടോ, ഇതാണ് നാരോ സ്ലിറ്റ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ്. ഓക്കെ, അപ്പൊ എന്താ പറ്റുക, അപ്പൊ ഈ നാരോ സ്ലിറ്റിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എയർ കോളം. ഓക്കെ, എയർ കോളം എന്ന് നമുക്ക് വിളിക്കാം. ഫ്ലൂട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ എങ്ങനെയാണ് ഫ്ലൂട്ടിൽ സൗണ്ട് ഉണ്ടാവുന്നത്, ഈ എയർ കോളം അല്ലെങ്കിൽ എയർ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എയർ കോളമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ലങ്സ് ഫോഴ്സ് എയർ ത്രൂ ദ സ്ലിറ്റ്. ഓക്കെ, അപ്പൊ ലങ്സ് എയർ ഫോഴ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ ഒരു എയറിന്റെ ഒരു പാസേജ് കൊണ്ട് ഈ വോക്കൽ കോഡ് സ്റ്റാർട്ട്സ് വൈബ്രേറ്റ്. ഓക്കെ, വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഡ്യൂ ടു ദ വൈബ്രേഷൻ എന്ത് ചെയ്യും, സൗണ്ട് പ്രൊഡ്യൂസ് ആവും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ സൗണ്ടിന്റെ കേസിൽ നമ്മൾ ഒരു അടുത്തറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ മ്യൂസിക് ഷോ ഒക്കെ കാണുമ്പോൾ അതിലുള്ള ജഡ്ജസ് പറയാം, അവിടെ ഇത്തിരി ഹൈ പിച്ച് ആയിരുന്നു, അവിടെ ഇത്തിരി ലോ പിച്ച് ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പിച്ച് ഇങ്ങനെയാണ്, അവിടെ ഇത്തിരി മാറി ഒരു ഹൈ പിച്ച് പാടായിരുന്നു എന്നൊക്കെ അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് പിച്ച്? അപ്പോൾ പിച്ച് എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ സൗണ്ട് വേവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടേം ആണ്. ഓക്കെ, അപ്പോൾ എന്താ പിച്ച് എന്ന് പറഞ്ഞാൽ, ദ പിച്ച് ഓഫ് എ സൗണ്ട് മീൻസ് ഹൗ ഹൈ ഓർ ലോങ് ദ സൗണ്ട് ഈസ്. ഓക്കെ, അതായത് സൗണ്ട് ഹൈ ആണെങ്കിൽ നമ്മൾ പറയും അത് ഹൈ പിച്ച് ആയിരുന്നു, അവിടെ ഹൈ പിച്ച് ആയിരുന്നു. അല്ലെങ്കിൽ സൗണ്ട് ലോ ആണെങ്കിൽ നമ്മൾ പറയും അവിടെ ലോ പിച്ച് ആയിരുന്നു എന്ന് പറയും. ഓക്കെ, അതായത് നമ്മുടെ വൈബ്രേഷൻ, അതായത് സൗണ്ട് ഹൈ ആവുക എന്ന് പറയുമ്പോൾ അവിടെ ഹൈ പിച്ചാണ്. അപ്പൊ സൗണ്ട് ഹൈ ആവുക എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം, അവിടെ വൈബ്രേഷനും ഹൈ ആയിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഡ്യൂ ടു ദ വൈബ്രേഷൻ ആണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ കൊണ്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വൈബ്രേഷൻ ഹൈ ആയാൽ എന്ത് പറ്റും, സൗണ്ടും ഹൈ ആവും. സൗണ്ട് ഹൈ ആയാൽ എന്ത് പറ്റും, പിച്ചും ഹൈ ആവും. ഓക്കെ, അപ്പോൾ വൈബ്രേഷൻ ഹൈ ആണെങ്കിൽ സൗണ്ട് വിൽ ബി ഹയർ ആൻഡ് ഓൾസോ ദ പിച്ച് ഓൾസോ വിൽ ബി ഹയർ. ഓക്കെ, അപ്പോൾ അതാണ്
പിച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ പിച്ച് ആക്ച്വലി എന്താണ് അത്? ഇറ്റ് മീൻസ് ഹൗ ഹൈ ഓർ ലോ ദ സൗണ്ട് ഈസ്. ഓക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ അതായത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ കേസിൽ മെന്നിൻ്റെ സൗണ്ടും വുമൻ്റെ സൗണ്ടും അതായത് കുട്ടികളുടെ സൗണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? നമുക്കതറിയാം അല്ലേ? ആണുങ്ങളുടെ സൗണ്ട് അല്ല പെണ്ണുങ്ങൾക്ക്. ഓക്കെ, അതുപോലെ നല്ല വ്യത്യാസമാണ് കുട്ടികളുടെ സൗണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്, പക്ഷേ എന്താണ് സൗണ്ട് പലരുടെയും പലതാണ് അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ മെന്നിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്, നമുക്കറിയാം നമ്മൾ വോക്കൽ കോഡ്സ് അല്ലെ, വോയിസ് ബോക്സിൻ്റെ ഉള്ളിലുള്ള വോക്കൽ കോഡ്സ് അല്ലേ, ആ വോക്കൽ കോഡ്സിന്റെ വൈബ്രേഷൻ കൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത്. അപ്പം മെന്നിന്റെ കേസിൽ ഈ വോക്കൽ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 20 millimeter. ഓക്കെ, 20 millimeter ആണ് എന്ത് വോക്കൽ കോഡ്സിന്റെ ലെങ്ത്. അതുപോലെ വുമന്റെ കേസിൽ ദ ലെങ്ത് ഓഫ് വോക്കൽ കോഡ് ഇസ് 15 millimeter. ഓക്കെ, 15 millimeter. അപ്പോൾ ചിൽഡ്രന്റെ കേസിലാണെങ്കിൽ വോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ വെരി വെരി ഷോർട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ വുമന്റെ കേസിൽ വോക്കൽ കോഡ് വളരെ തിൻ ആൻഡ് ഷോർട്ട് ആണ്. മെന്നിന്റെ കേസിൽ തിക്ക് ആൻഡ് ലോങ് ആണ്. ഓക്കെ, അതായത് ലോ പിച്ച് സൗണ്ട്, അതായത് എപ്പോഴും നമ്മുടെ മെന്നിന്റെ കേസിൽ ലോ പിച്ച് വോയിസ് ആണ് അവർക്ക് വരുന്നത്. അപ്പോൾ ലോ പിച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പിച്ച് എന്ന് പറയുമ്പോൾ പിച്ച് വളരെ കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ്? സൗണ്ട് വളരെ കുറവാണ്. ഓക്കെ, സൗണ്ട് കുറവാണ്, അല്ലെങ്കിൽ വൈബ്രേഷൻ വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ മെന്നിന്റെ കേസിൽ തിക്ക് ആൻഡ് ലോങ് വോക്കൽ കോഡ് എന്ന് പറയുമ്പോൾ അവിടെ വളരെ പിച്ച് വളരെ കുറവാണ് അവർക്ക്. ഓക്കെ, ലോ പിച്ച് വോയിസ് ആയിരിക്കും. അതായത് സൗണ്ട് പിച്ച് കുറയാന്ന് വെച്ചാൽ സൗണ്ട് കുറയാന്നാണ്. ഓക്കെ, അതിൽ വുമന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ തിൻ ആൻഡ് ഷോർട്ട് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ആ ഒരു വോക്കൽ കോഡിനെ നമുക്കൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ആ സ്ട്രിങ് വളരെ തിൻ ആൻഡ് ഷോർട്ട് ആയതുകൊണ്ട് വൈബ്രേഷൻസ് കൂടും. ഓക്കെ, വൈബ്രേഷൻസ് കൂടുമ്പോൾ ഹൈ പിച്ച് വരും. ഓക്കെ, അപ്പോൾ സൗണ്ട് കൂടും. അപ്പോൾ ഈ വുമന്റെ കേസിൽ ഹൈ പിച്ച് വോയിസ് ആണ് വുമൻസിന് അല്ലേ? നമുക്കറിയാം, നമുക്കത് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. കാരണം വുമന്റെ സൗണ്ട് കുറച്ചും കൂടെ ഇതാണ് ആണുങ്ങളെക്കാളും. ഇനി കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരുടെ വോക്കൽ കോഡ് വളരെ ഷോർട്ടാണ്. അപ്പോൾ വളരെ ഷോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുറച്ചും കൂടെ വൈബ്രേഷൻസ് കൂടും. അപ്പോൾ വളരെ കൂടുതൽ ഹൈ പിച്ച് വോയിസ് ആയിരിക്കും കുട്ടികളുടെ. അപ്പോൾ നമുക്കറിയാം ചില കുട്ടികളുടെ കരച്ചിൽ തന്നെ നമ്മൾക്ക് ചിലർക്ക് ചെവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് അവരുടെ ഹൈ പിച്ച് വോയിസ് ആയിരിക്കും കുട്ടികളുടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, മെന്നിന്റെ കേസിൽ വോക്കൽ കോഡ് ലെങ്ത് കൂടുതലാണ്, 20 millimeter ആണ്. ഓക്കെ, വോക്കൽ കോഡ്സിന് ലെങ്ത് കൂടി കഴിയുമ്പോൾ കൂടുതലാണ്. അതുപോലെ ഭയങ്കര തിക്ക് ആൻഡ് ലോങ് ആയിരിക്കും. ഇപ്പോൾ സ്ട്രിങ്, ഇപ്പോൾ നമുക്ക് ആ വോക്കൽ കോഡ് സ്ട്രിങ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു സ്ട്രിങ്ങിന് ഇത്തിരി തിക്നെസ് കൂടുതലാണ് എന്നാണ് മെന്നിന്റെ കേസിൽ പറയുന്നത്. അപ്പോൾ ആ തിക്നെസ് കൂടുക, അതുപോലെ ലോങ് ആവുക എന്ന് പറയുമ്പോൾ വൈബ്രേഷൻസ് കുറയും. വൈബ്രേഷൻസ് കുറയുന്നതനുസരിച്ച് പിച്ച് കുറയും. ഇപ്പോൾ ലോ പിച്ച് വോയിസ് ആണ് മെന്നിന് ഓർക്കുക. പക്ഷേ ലേഡീസിന്റെ കേസിൽ എന്താണ്? തിൻ ആൻഡ് ഷോർട്ട് ആണ്. അപ്പോൾ വൈബ്രേഷൻസ് നന്നായി കൂടും. അപ്പോൾ ഹൈ പിച്ച് വോയിസ് ആയിരിക്കും. അതുപോലെ കുട്ടികളുടെ കേസിലും വളരെ ഷോർട്ട് ആണ്. അപ്പോൾ കുറച്ചും കൂടെ വൈബ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഹൈ പിച്ച് ആയിരിക്കും ചിൽഡ്രന്റെ കേസിൽ വരുന്നത്. ഓക്കെ, അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കേസിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ, ഇപ്പോൾ ഗിറ്റാർ, വയലിൻ, വീണ, അതിൻ്റെയൊക്കെ സ്ട്രിങ്ങിന്റെ ലെങ്ത്തിനും തിക്നെസ്സിനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ ഡിപ്പെൻഡഡ് ആണ്. അതായത് ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് വയർ വന്നാൽ, അതായത് ഓരോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ വയറിന്റെ ലെങ്ത്തിന് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ലെങ്ത് ഓഫ് വയർ വരുമ്പോൾ അതുപോലെ അതനുസരിച്ച് ഡിഫറെൻറ്റ് വൈബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് പിച്ച് ആയിരിക്കും, അതനുസരിച്ചായിരിക്കും ഡിഫറെൻറ്റ് സൗണ്ട്. അതായത് ഡിഫറെൻറ്റ് പിച്ചിനനുസരിച്ച് ഡിഫറെൻറ്റ് സൗണ്ട് ആയിരിക്കും ഓരോ ഇൻസ്ട്രുമെന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വയലിൻ്റെ കേസ് ആയിരിക്കില്ല ഗിറ്റാറിൽ വരുന്നത്, അതായിരിക്കില്ല വീണയിൽ വരുന്നത്. അങ്ങനെ ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ തിക്നെസ് അല്ലെങ്കിൽ ആ ഒരു വയറിൻ്റെ അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് നോക്കിയിട്ട്, അപ്പോൾ ലെങ്ത് കൂടുന്ന അനുസരിച്ച് എന്ത് പറ്റും? വൈബ്രേഷൻസ് വ്യത്യാസം വരും. അതനുസരിച്ച് പിച്ചിന് വ്യത്യാസം വരും. പിന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും വ്യത്യാസം വരും. ഓക്കെ, നമുക്കിനി ക്യാരക്ടറിസ്റ്റിക്സിൽ ഫസ്റ്റ് വൺ ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഇത് നമ്മൾ നേരത്തെ വേവ് മോഷൻ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്തതാണ്. ഈ ബേസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി
പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണ്, അതിൻ്റെ യൂണിറ്റ് ഹേർട്സ് ആണ് നോക്കുക. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ്സ് ഓൺ പിച്ച്. ഫ്രീക്വൻസി പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫ്രീക്വൻസി കൂടിയാൽ പിച്ചും അതനുസരിച്ച് കൂടും. അപ്പോൾ ഹൈ പിച്ച് സൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ ടൈം ആണ്. ഓക്കെ, ഇത്ര ടൈമിനുള്ളിൽ എത്ര നമ്പർ ഓഫ് വൈബ്രേഷൻസ് പോയി. അപ്പോൾ ഈ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടുത്തെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് വളരെ കൂടുതൽ എന്നായിരിക്കും അർത്ഥം. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയത്തിനുള്ളിൽ കൂടുതൽ വൈബ്രേഷൻസ് പോയിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം ഹൈ ഫ്രീക്വൻസി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉള്ളത്, എ സ്ട്രിങ് ഓസിലേറ്റ് 20 ടൈംസ് ഇൻ 2 സെക്കൻഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഫ്രീക്വൻസി? ജസ്റ്റ് ഈ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 20/2 10 ഹേർട്സ് ആണ് ഫ്രീക്വൻസി വരുന്നത്. അപ്പോൾ ക്ലിയർ ആയാലും, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ സെക്കൻഡിൽ എത്ര വൈബ്രേഷൻസ് പാസ് ചെയ്ത് പോയി. അപ്പോൾ ഫ്രീക്വൻസി കൂടുക എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വൈബ്രേഷൻസ് അവിടെ കൂടുതലായിരുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച് സൗണ്ട് ആണ്. ഓക്കെ, ഹൈ പിച്ച് ആയിരിക്കും. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച് ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി സൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഓർക്കുക, അവിടെ നമ്പർ ഓഫ് വൈബ്രേഷൻസ് വളരെ കൂടുതലായിരുന്നു എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഓക്കെ, വൺ വൈബ്രേഷൻ എന്താണ്, ഓസിലേഷൻ എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേവ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ വൺ വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ, ടൈം ടേക്കൺ ബൈ നമ്പർ ഓഫ് വൈബ്രേഷൻ ആണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ടൈം പീരീഡിൻ്റെ എന്താ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ്സിലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് ഞാൻ നേരത്തെ ഫ്രീക്വൻസി കിട്ട സെയിം പ്രോബ്ലം ആണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നെക്സ്റ്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് മെയിൻ പൊസിഷൻ അല്ലേ. അപ്പോൾ മെയിൻ പൊസിഷൻ എന്താണ്, വൈബ്രേഷനിലെ മെയിൻ പൊസിഷൻ ഏതാണെന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ മെയിൻ പൊസിഷനിൽ നിന്ന് പോകുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ പിച്ച് അല്ലേ. ഫ്രീക്വൻസി പിച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൗഡ്നെസ്സിനെയാണ്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ലൗഡ്നെസ്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ലൗഡ്നെസ്. ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ലൗഡ്നെസ്സിനെയാണ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ച് ആ സൗണ്ടിന്റെ ലൗഡ്നെസ്സും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലൗഡ്നെസ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ്. ഓക്കെ, അതായത് ലൗഡ്നെസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ട്വൈസ് ആണെങ്കിൽ ലൗഡ്നെസ് എന്തായിരിക്കും, 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ലൗഡ്നെസ് ഓഫ് സൗണ്ട് ഇൻക്രീസസ് ബൈ 4 അല്ലേ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. ആംപ്ലിറ്റ്യൂഡ് ട്വൈസ് ആയിരുന്നാൽ ലൗഡ്നെസ് 4 ടൈംസ് ഇൻക്രീസ് ചെയ്യും. ലൗഡ്നെസ്സിന്റെ യൂണിറ്റ് ഡെസിബിൾ ആണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്കറിയേണ്ട വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ക്രസ്റ്റ് ആൻഡ് ട്രഫ് അല്ലെങ്കിൽ കംപ്രഷൻ ആൻഡ് റിഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി ആണ്. വേവ് ലെങ്ത് വരുന്ന ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായ എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.